കീം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയതിന് എതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി പരിഗണിക്കുന്നു. മാർക്ക് ഏകീകരണ ഫോർമുല പഠിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട് സർക്കാർ ഹാജരാക്കി. പ്രായോഗിക ഫോർമുലയാണ് നടപ്പിലാക്കിയതെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, എസ് മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് അപ്പീൽ പരിഗണിക്കുന്നത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നു. രേഷ്മ, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, സ്കീം റാങ്ക് പട്ടിക റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായിട്ട് ഡിവിഷൻ ബെഞ്ചിൽ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലിന്മേൽ നിലവിൽ വാദം തുടരുകയാണ്. ഗെയിം തുടങ്ങിക്കഴിഞ്ഞ നിയമം മാറ്റാനാവില്ല എന്നുള്ളൊരു പരാമർശം കഴിഞ്ഞ ദിവസം ഉത്തരവ് ഇറക്കിയ സമയത്ത് സിംഗിൾ ബെഞ്ച് നടത്തിയിരുന്നു. ഇക്കാര്യത്തിൽ ഡിവിഷൻ ബെഞ്ച് ഒരു നിരീക്ഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. സാഹചര്യം വ്യത്യസ്തമാണ്. അക്കാദമിക് വിഷയത്തെ സർവീസ് വിഷയം പോലെ പരിഗണിക്കാനാവില്ല എന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ മാർക്ക് ഏകീകരണ ഫോർമുല സംബന്ധിച്ച് നേരത്തെ വിദഗ്ധ സമിതി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിന്റെ പകർപ്പ് നിലവിൽ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ സർക്കാർ പറഞ്ഞിട്ടുള്ളത്, ഈ പഴയ മാർക്ക് ഏകീകരണ ഫോർമുല ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആദ്യ 10 റാങ്കിങ്ങിൽ സംസ്ഥാന സിലബസ് പഠിച്ച ഒരു വിദ്യാർത്ഥി ഉണ്ടായില്ല. ഇതുകൊണ്ട് തന്നെയാണ് ഈ ഫോർമുല മാറ്റാനായിട്ട് തങ്ങൾ മുതിർന്നത്. അത് മാത്രമല്ല, ഈ കീം റാങ്ക് പട്ടികയിലെ ആദ്യ 100-ൽ 86 പേരും CBSE സിലബസ് പഠിച്ചവരായിട്ട് ഉൾപ്പെടുകയും ചെയ്യും. ഇത് വലിയ രീതിയിൽ ഒരു അസമത്വത്തിലേക്ക് വഴിവെക്കുമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഈ അപ്പീൽ പരിഗണിച്ച വേളയിൽ വാദമെന്നുള്ള രീതിയിൽ ഉയർത്തിയിട്ടുള്ളത്. പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താൻ വ്യവസ്ഥയുണ്ട് എന്നുള്ള ഒരു വാദവും സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംസ്ഥാന സിലബസ് വിദ്യാർത്ഥികളും CBSE വിദ്യാർത്ഥികളും തമ്മിലുള്ള അന്തരം അല്ലെങ്കിൽ അസമത്വം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്കീമിന്റെ പ്രോസ്പെക്ടസിൽ സമൂലമായിട്ടുള്ള ഒരു മാറ്റം വരുത്തുക എന്നുള്ളതാണ് സർക്കാർ നിലവിൽ ഉന്നയിച്ചിട്ടുള്ള വാദം. എന്തായാലും നിലവിൽ ഹൈക്കോടതി അപ്പീലിൽ വാദം കേൾക്കുകയാണ്. ഈ റിപ്പോർട്ട് ഇതുവരെ, അതായത് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഇതുവരെ പരസ്യപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൊരു വാദഗതിയാണ് CBSE വിദ്യാർത്ഥികളുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. മാത്രമല്ല, ഈ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താനായിട്ട് മാർക്ക് ഏകീകരണ ഫോർമുല പഠിച്ച വിദഗ്ധ സമിതി ശുപാർശ നൽകിയിട്ടില്ല എന്നുള്ളൊരു വാദം കൂടി ഹൈക്കോടതിയിൽ വിദ്യാർത്ഥികളുടെ അഭിഭാഷകർ പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അപ്പീലിന്മേൽ വാദം തുടരുകയാണ്. വിനോദ്, കീം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയതിന് എതിരെയാണ് സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി പരിഗണിക്കുന്നത്. മാർക്ക് ഏകീകരണ ഫോർമുല പഠിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട് സർക്കാർ ഹാജരാക്കി. പ്രായോഗിക ഫോർമുലയാണ് നടപ്പാക്കിയത് എന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നു. ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, എസ് മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് അപ്പീൽ പരിഗണിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു.